വ്യക്തിത്വ വികസനത്തിൽ വളരെ പ്രധാനമായ ഒരു ട്രെയ്റ്റാണ് തുറന്ന മനസ്സ് അല്ലെങ്കിൽ തുറന്ന സമീപനമുള്ള വ്യക്തിത്വങ്ങൾ. തീർച്ചയായിട്ടും ജീവിത വിജയത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് തുറന്ന മനസ്സ്. മനസ്സടയും തോറും നമുക്ക് പുറത്തു നിന്നുള്ള കാര്യങ്ങളെയൊക്കെ ഉൾക്കൊള്ളാനും മാറാനും വളരാനുമുള്ള സാധ്യതകൾ കുറയും. മനസ്സ് തുറക്കും തോറും നമുക്ക് വളരാനും ഉയരാനുമുള്ള സാധ്യതകളൊക്കെ കൂടും. അത് ഒരു വ്യക്തിത്വത്തിലെ ഫ്ലെക്സിബിലിറ്റിയാണ്, അതൊരു ഡെവലപ്മെൻ്റൽ ആറ്റിറ്റ്യൂഡാണ്. ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. പേരൻസിനും കുട്ടികൾക്കും ടീച്ചേഴ്സിനുമൊക്കെ ആവശ്യമായ ഒരു വലിയ ഘടകമാണ്. വ്യക്തിത്വത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രെയ്റ്റാണ് തുറന്ന സമീപനം അല്ലെങ്കിൽ തുറന്ന മനസ്സുള്ളവർ. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും പുതിയ ആശയങ്ങളെ ഉൾക്കൊള്ളാനും മാറ്റങ്ങൾ സൃഷ്ടിക്കാനും മനോഭാവം മാറ്റാനും വളരാനും ഉയരാനും ഒക്കെ കഴിവുള്ള മനുഷ്യർ. ഇത് നമ്മളൊരു 1 to 10 സ്കെയിലിൽ നമ്മൾ എത്ര കണ്ട് തുറന്ന സമീപനമുള്ളവരാണ്, തുറന്ന മനസ്സുള്ളവരാണ് എന്നൊന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കാരണം നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു അളവുകോലാണത്. അപ്പോൾ വളരെ വലിയ സ്കെയിൽ, ആ ഒരു സ്കെയിലിൽ വളരെ ഉയർന്നു നിൽക്കുന്നവർ അല്ലെങ്കിൽ 10-ൽ 10, 9, 8 ഒക്കെ ഉള്ളവരെന്ന് പറയുന്നത് അവർ വളരെ വലിയ നേട്ടങ്ങളൊക്കെ ജീവിതത്തിൽ കൈവരിക്കാൻ സാധ്യതയുള്ളവരാണ്. എന്നാൽ ചെറിയ രീതിയിൽ തുറന്ന മനസ്സുള്ളവരും തീരെ തുറന്ന മനസ്സില്ലാത്തവരും അടച്ചിട്ടിരിക്കുന്നവരും ഒക്കെ അതിൻ്റേതായ ഭവിഷ്യത്തുകൾ അവരുടെയൊക്കെ ജീവിതത്തിൽ കാണും. നമ്മൾ ഒരു തുറന്ന മനസ്സുള്ള ഒരാളാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരുമായിട്ട് സഹകരിക്കാനും മറ്റാശയങ്ങളോട് സഹകരിക്കാനും പുതിയ പുതിയ കാര്യങ്ങളെയൊക്കെ ഉൾക്കൊള്ളാനും ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഒരു തടസ്സം വന്നാൽ ആ തടസ്സത്തെ മറികടക്കണമെങ്കിൽ നമ്മൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കണം, വ്യത്യസ്തമായി ചിന്തിക്കണം. പിന്നെ നമ്മുടെ ആ ഒരു ധാരണയ്ക്കുള്ളിൽ നിന്ന് നമ്മൾ പുറത്തേക്കിറങ്ങണം. ബോക്സിന് പുറത്തേക്ക് ഇറങ്ങുക എന്നൊക്കെ പറയും, ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് എന്നൊക്കെ പറയും. അപ്പോൾ പലപ്പോഴും നമുക്ക് ഏതൊരു പ്രതിസന്ധിയെ തരണം ചെയ്യാനും ഒരു പ്രശ്നം വന്നാൽ അതിനെ നേരിടാനും ഒക്കെ നമുക്ക് സൊല്യൂഷൻസിന് വേണ്ടി നമുക്ക് തുറന്ന മനോഭാവവും തുറന്ന സമീപനമുള്ളവർക്ക് പലപ്പോഴും വിജയിക്കാനായിട്ട് സാധിക്കുള്ളൂ. എല്ലാം വളരെ കൃത്യമായിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ അല്ലാത്തവരും വിജയിച്ചെന്നിരിക്കും. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചാൽ നമുക്കെപ്പോഴും പുതിയ പുതിയ ചലഞ്ചസൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. കോവിഡ് തന്നെ അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. പെട്ടെന്നാണ് നമ്മൾ ജീവിച്ചു വന്ന രീതികളിലെല്ലാം പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വന്നു. എന്നാൽ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആ മാറ്റങ്ങൾക്ക് തയ്യാറാവുകയും സാഹചര്യത്തിനനുസരിച്ച് പരിണാമം നേടുകയും ഒക്കെ ചെയ്തവർ ആ കാലഘട്ടത്തെ അതിജീവിക്കുകയും ചിലരൊക്കെ ആ കാലഘട്ടത്തിൻ്റെ ബലിയാടുകളായി പോവുകയും ചെയ്തു. മാറ്റത്തിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത് ഒന്നുകിൽ നമ്മൾ മാറ്റത്തിന് നേതൃത്വം കൊടുക്കുക അല്ലെങ്കിൽ മാറ്റത്തിന് ബലിയാടാകുക. നമുക്ക് തുറന്ന സമീപനങ്ങൾ ഉള്ളവരാണെങ്കിൽ, തുറന്ന മനസ്സൊക്കെ ഉള്ളവരാണെങ്കിൽ, തുറന്ന മനസ്സുണ്ടെങ്കിൽ ഒരു വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാനും പുതിയൊരാശയം ഉൾക്കൊള്ളാനും ഒന്നും പ്രശ്നമില്ല. ഒരു ഈഗോ അവിടെ തടസ്സമായി വരുന്നില്ല, ഒരു ബ്ലോക്കില്ല. നമുക്കപ്പോൾ അതിനെ അപ്പുറത്തേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഈ അടുത്തിടെ ഞാനൊരു സ്ത്രീയെ പരിചയപ്പെട്ടു. അവർ വിവാഹമോചനം നേടി, അവരുടെ ഭർത്താവ് വേറൊരു വിവാഹമൊക്കെ കഴിച്ചു. പക്ഷേ അവർക്കതിൽ പ്രശ്നങ്ങളൊന്നുമില്ല, അവർ വളരെ കംഫർട്ടബിളാണ്. അപ്പം ഭർത്താവുമായിട്ട് അവർക്ക് യാതൊരു ലീഗൽ ഇഷ്യൂസും ഇല്ല, അല്ലെങ്കിൽ ഭർത്താവിനോടൊരു നീരസവും ഇല്ല. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, എന്തായാലും ഒരു ജീവിതമേ എനിക്കുള്ളൂ, എനിക്ക് സന്തോഷകരമായിട്ട് ജീവിക്കണം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി, ഓക്കെ, ഇനിയും അതിനെപ്പറ്റി കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇനി ഫലപ്രദമായി എങ്ങനെ ജീവിക്കുക, അതിന് ഞാൻ പുതിയ ആശയങ്ങളും ഒക്കെ ഉൾക്കൊള്ളാനും പുതിയ ചിന്താഗതികളൊക്കെ ഉൾക്കൊള്ളാനും പുതിയ രീതിയിൽ എൻ്റെ ജീവിതത്തെ മാറ്റം വരുത്താനും ഒക്കെ ശ്രമിച്ച് ഞാൻ ഹാപ്പിയാകാൻ കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, കൂടുതൽ ഇഫക്റ്റീവ് ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, വളരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ മനോഭാവമുള്ളവരാണ് നമ്മളെങ്കിൽ നമുക്ക് ഏതൊരു സാഹചര്യത്തെയും വിജയിക്കാനുള്ള ഒരവസ്ഥ കിട്ടും. ഇപ്പോൾ നമ്മുടെ കുട്ടികളെ വളർത്തും, കുട്ടികളൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കണം കുട്ടികളെന്ന് വിചാരിച്ചാൽ നമുക്ക് ഒരിക്കലും, അതാണ് അടഞ്ഞ മനസ്സുള്ളവർ. അല്ലെങ്കിൽ ഇങ്ങനെയാണ് പേരൻറ്റിങ്, അതൊരു അടഞ്ഞ മനസ്സുള്ള, ഇങ്ങനെയാണ് ഭാര്യ, അതൊരു അടഞ്ഞ മനസ്സാണ്, ഇങ്ങനെയാണ് ഭർത്താവ്, അതൊരു അടഞ്ഞ മനസ്സാണ്, ഇങ്ങനെ ആയിരിക്കണം ലോകം, അടഞ്ഞ മനസ്സാണ്. അപ്പോൾ ഇത് മതം ഇങ്ങനെ ആയിരിക്കണം, രാഷ്ട്രീയം ഇങ്ങനെ ആയിരിക്കണം, ഇതൊക്കെ അടഞ്ഞ മനസ്സുകൾ തന്നെയാണ്. ഈ ഓരോ വിശ്വാസത്തിൻ്റെയും അടിമകളായി ജീവിക്കുന്നവരുണ്ട്, അടഞ്ഞ മനസ്സാണ് അവർക്ക്. വലിയ വിദ്യാഭ്യാസമുള്ള ചില ആൾക്കാരൊക്കെ അവരുടെ ചില വിശ്വാസങ്ങളിൽ അങ്ങ് കെട്ടിപ്പിടിച്ച് കിടക്കുന്നവരാണ്. എന്നാൽ ലോകം ഒരുപാട് മാറി, ഒരുപാട്
ഇപ്പോൾ മാറ്റങ്ങൾ ലോകത്ത് സംഭവിച്ചു, അതൊന്നും അവർ ഉൾക്കൊള്ളുന്നില്ല. കുട്ടികളുടെ ലോകത്തെ മനസ്സിലാക്കാൻ കഴിയാത്തത് പലപ്പോഴും അടഞ്ഞ മനസ്സുകൊണ്ടാണ്. കുട്ടികൾ അങ്ങനെയുള്ളവരെ തീരെ വൈബില്ലാത്തവരെന്ന് വിളിക്കാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു നിറവും ഉയർച്ചയും നമുക്കുണ്ടോ? അപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ എത്ര കണ്ട് തുറന്ന മനസ്സ് നമുക്കുണ്ട്, എത്ര കണ്ട് തുറന്ന മനോഭാവം നമുക്കുണ്ട്, അല്ലെങ്കിൽ തുറന്ന ഒരു സമീപനം നമുക്കുണ്ട്, അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ കുറേ കൂടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. ഇനി അങ്ങനെ ഇല്ലാത്ത ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ഏറ്റവും നല്ല ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ എപ്പോഴും നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെച്ച കാര്യങ്ങളെയൊക്കെ എപ്പോഴും നിരന്തരമായി ചലഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. മാറ്റമാണ് ലോകത്ത് മാറ്റമില്ലാതെ നിൽക്കുന്ന ഒരേ ഒരു കാര്യം. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ കാര്യങ്ങളെയൊക്കെ ഒന്ന് ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ ഈ പ്രവർത്തനമൊക്കെ തുടങ്ങിയ കാലത്ത് എനിക്ക് കുട്ടികളെ പറ്റി ഉണ്ടായിരുന്ന പല ധാരണകളും പിന്നീട് മാറുകയും ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവരോടൊത്ത് വളരുകയും മാറുകയും ചെയ്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഇന്ന് അവരുമായിട്ടൊക്കെ വളരെ സന്തോഷമായിട്ട് പോകാനായിട്ട് പറ്റുന്നത്. കുട്ടികൾക്കൊന്നും ക്ലാസ് എടുക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാറില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനെപ്പോഴും എന്നെ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, ഞാൻ എൻ്റെ വിശ്വാസങ്ങളെ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, എൻ്റെ മനസ്സിലാക്കലുകളെ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ് ലേണിംഗ്, ഒരു ഡെവലപ്മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക. എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും നമുക്ക് പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയൊക്കെ മറികടക്കാൻ എളുപ്പമായിരിക്കും. നമുക്ക് ഇത്തരത്തിലുള്ള ഒരു തുറന്ന മനസ്സ് കൂടുതൽ രൂപപ്പെട്ടു വരും. നമ്മൾ നിരന്തരമായി ഒരു ലേണർ ഫോർ ലൈഫ്, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക, പുതിയ ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതിലൊരു മടിയും കാണിക്കാതിരിക്കുക. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ നിരന്തരമായിട്ട് മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുക, എമ്പതി എന്ന് പറയും. മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും കൂടെ ചിന്തിക്കുക, മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുക, മറ്റുള്ളവരെയും കൂടെ ഉൾക്കൊള്ളുക. ഇത് ഏത് സാഹചര്യത്തിലും അതിനൊന്ന് ശ്രമിച്ചു നോക്കുക. എൻ്റെ ഭാഗം മാത്രമാണ് ശരിയെന്ന് ചിന്തിക്കാതെ മറ്റുള്ളവരെയും കൂടെ ഒന്ന് ഇവിടെ കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളതല്ല, അവരെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും ഈ കൾച്ചർ എന്ന് പറയുന്നത് തന്നെ നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരപ്പെടാനുള്ളൊരു കഴിവാണ്. അവിടെയാണ് കൾച്ചർ, അവിടെയാണ് സംസ്കാരം എന്ന് പറയുന്നത്. അല്ലാത്തൊന്നും സംസ്കാരമുള്ളതല്ല. ഞാനാണെല്ലാം ശരി, അല്ലെ എൻ്റെ ആണെല്ലാം ശരി എന്ന് ചിന്തിക്കുന്ന സംസ്കാര ശൂന്യതയാണ്. എല്ലാവരെയും ഉൾക്കൊള്ളാൻ സംവാദം, എല്ലാവരുടെയും വാദങ്ങളെ ഒത്തുചേർത്തുകൊണ്ട് നമുക്ക് എവിടെയാണ് അതിലൊരു എല്ലാവർക്കും കൂടെ ചേർന്ന് എവിടെയാണ് എത്താൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരെയും കൂടെ കൊണ്ടുപോവുക, ഒറ്റയ്ക്ക് പോവുക എന്നുള്ളതല്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമ്മളിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ മറ്റുള്ളവരെയും കൂടി ചേർത്ത് പിടിക്കാനുള്ള, ഈ സെൽഫിയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ പിന്നെ നമ്മളെ മാത്രം കാണാതെ നമ്മുടെ കൈ കുറേ കൂടെ നീട്ടിപ്പിടിച്ചാൽ നമുക്ക് ചുറ്റുമുള്ളവരെയും കൂടെ ആ സെൽഫിക്കകത്തേക്ക് കൊണ്ടുവരാൻ കഴിയുമ്പോൾ അത് മനോഹരമായൊരു ചിത്രമായിട്ട് മാറുന്നത് പോലെ നമ്മൾ നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കാൻ നമുക്ക് ചുറ്റുമുള്ളവരെയും കൂടി എവിടെയൊക്കെ യോജിക്കാം, എവിടെയൊക്കെ നമുക്ക് സമവാക്യങ്ങൾ കണ്ടെത്താം, എവിടെയൊക്കെ നമുക്ക് മറ്റുള്ളവരെയും കൂടെ ചേർത്ത് പിടിക്കാം. അത്തരത്തിൽ നമ്മൾ നിരന്തരമായി നമ്മുടെ പേഴ്സണാലിറ്റിയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന് കുറച്ചുകൂടെ ഉയർച്ചയും കുറച്ചുകൂടെ ഒരു ആഴവും കുറച്ചുകൂടെ മേന്മയും ഒക്കെ ഉണ്ടാകും. അത്തരത്തിലുള്ള ഒരു തുറന്ന സമീപനത്തിൻ്റെ ഇത് കുട്ടികളിൽ പഠിപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ഇനിയുള്ള കാലത്ത് കുട്ടികൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിന്നാൽ അവർക്ക് പലപ്പോഴും വളരാനും ഉയരാനും സാധിക്കില്ല. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത തന്നെ നെറ്റ്വർക്കിംഗ് ആണ്. കൂടുതൽ ആൾക്കാരുമായിട്ട് കണക്റ്റഡ് ആകും തോറും നമ്മൾ കൂടുതൽ വിജയിക്കാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. അതുകൊണ്ട് തുറന്ന സമീപനമുള്ള, തുറന്ന മനസ്സുള്ള കുട്ടികളെ സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ മാതാപിതാക്കൾ തുറന്ന മനസ്സൊക്കെ ഉള്ളവർ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഈ സംസ്കാരമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. അധ്യാപകരിൽ തുറന്ന മനസ്സൊന്നും ഇല്ലെങ്കിൽ വ്യത്യസ്തരായ കുട്ടികളെയൊക്കെ ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും, അവർ വലിയൊരു തോൽവിയായിട്ട് മാറും. അപ്പോൾ ഇവിടെ എല്ലാവർക്കും മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. എല്ലാവരും അത്തരം മാറ്റങ്ങൾ സൃഷ്ടിക്കാനായിട്ട് പരിശ്രമിക്കുക. എല്ലാവർക്കും നല്ല ആശംസകൾ നേരുന്നു. നല്ലതെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ വീഡിയോസ് ധാരാളം ആൾക്കാരിലേക്ക് എത്തിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ സംസാരിക്കുന്നതൊക്കെ വ്യക്തിത്വത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചുമൊക്കെയാണ്. ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ പലരും ആദ്യമായിട്ട് കിട്ടുമ്പോൾ അവർ തന്നെ പറയായിരുന്നു, ഇത്രയും കാലം ഞങ്ങൾക്കിതൊന്നും ആരും പരിചയപ്പെടുത്തി തന്നില്ല. തീർച്ചയായിട്ടും നമുക്ക് അറിയാവുന്നവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. ഈ കമ്മ്യൂണിറ്റി വളരട്ടെ, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടട്ടെ. താങ്ക് യു സോ മച്ച്.